നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം 2 പ്രാവശ്യം കണ്ടത് ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു. അപ്പോൾ ക്രൂവിലൂടെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടീമിലൂടെ കാണുന്ന വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയപ്പോൾ സന്തോഷം. പോലീസ് ഉദ്യോഗസ്ഥരും പണം കണ്ടിട്ടുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞു? കണ്ടവരെല്ലാവരും കുറച്ച് പേര് വന്നിട്ട് നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായി. പിന്നെ അവർക്കൊക്കെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. അതായത് ഇത് അന്വേഷകരുടെ കഥയല്ലേ, അന്വേഷകരുടെയും പിന്നെ അന്വേഷണങ്ങളുടെയും കഥയല്ലേ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചൊക്കെ റിലേറ്റബിൾ ആയിട്ട് ഉണ്ടായിരുന്നായിരിക്കും. കാരണം നമ്മുടെ സിനിമയെ നമുക്കൊരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ സന്തോഷം തോന്നി. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നായിരിക്കും. കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചും കൂടെ എന്തായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു ആർട്ട് വർക്ക്. അപ്പോൾ അങ്ങനെ സാധാരണ പോലീസ് സ്റ്റോറിൽ പോലെ ഫൈറ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ എൻഗേജ് ചെയ്യിക്കുന്നത് തോന്നിയിട്ടുണ്ട്? അത് നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എപ്പോഴും ഒരു പടത്തിൻ്റെ വിജയത്തിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് പറയേണ്ട പേരുകൾ അതിൻ്റെ ക്രിയേറ്റേഴ്സിനെയാണ്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഡാവിൻ ചേട്ടനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ജിൻ ചേട്ടൻ, പിന്നെ ഈ പ്രേക്ഷകരിലോട്ട് എത്തിച്ച തിയേറ്റർ ഓഫ് ഡ്രീംസ്, എല്ലാവരെയും അതിനെ പ്രശംസിക്കണം. പിന്നെ ഓഫ്കോഴ്സ് ആക്ടേഴ്സിനെയും എല്ലാവരും അവരവർക്ക് കിട്ടിയിരിക്കുന്ന സ്പേസിൽ നിന്ന് മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാനല്ല പ്രേക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്.